ജീവിതത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നന്മയ്ക്കും കുറവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണം? അത് തരാൻ കഴിയുന്നവന്റെ പേരാണ് സർവശക്തനായ ദൈവം. 34-ാം സങ്കീർത്തനത്തിലെ ഒരു വചനമാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ നിയോഗം തന്നത്. അതിന്റെ 10-ാമത്തെ വചനം: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നന്മ മുടങ്ങിയവരും നന്മ നഷ്ടപ്പെട്ടവരും ജീവിതം നന്മയിലാകാത്തതുമായ ധാരാളം ആൾക്കാരുണ്ട്. എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ എല്ലാം നന്മയാകുന്നതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയോടെ ജീവിക്കണമെങ്കിൽ നന്മയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ എല്ലാം നന്മയാകുന്നത്? അവൻ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലര് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളം ആഴമേറിയ സ്നേഹത്താൽ നിറയപ്പെട്ടതാണ്. പൗലോസ്ലീഹ റോമിലെ സഭയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് ജീവിക്കുക, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഈ ലോകത്തിലോ വരാനുള്ളതിലോ ഒന്നും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. കാരണം ആ സ്നേഹത്തിൽ ഞാൻ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുക, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. സ്നേഹിക്കേണ്ട പോലെ ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ എന്ത് വിഷയത്തിനും മറുപടി ഈ വചനത്തിലുണ്ട്, ദൈവത്തിന്റെ പാദത്തിലുണ്ട്. ആ പാദത്തിൽ ഇരുന്നു കൊണ്ട്, ആ വചനം ധ്യാനിച്ചുകൊണ്ട് ആര് ദൈവത്തിലേക്ക് തിരിയുന്നോ അവന്റെ ജീവിതത്തിൽ സകലതും നന്മയാകും. അങ്ങനെ നമുക്ക് ആ വചനത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് പറഞ്ഞ ദൈവമേ, അങ്ങേ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കരുതൽ അനുഭവിക്കേണ്ടവരെ അനുഭവിച്ച് ജീവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ജീവിതം ഉടനെ നന്മയാകാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു.